ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. ചെന്നൈയിൽ കാഞ്ചീപുരത്ത് കരിങ്കൽ ക്വാറിയിലെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങി കാണാതായ പോത്തുകല്ല് സ്വദേശിയായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെടുത്തു. പോത്തുകല്ല് പൂളപ്പാടത്തെ കരിമ്പൻ മുഹമ്മദ് അഷറഫിൻ്റെയും നുസ്രത്തിൻ്റെയും മകൻ മുഹമ്മദ് അഷ്മിലാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങി കാണാതായ മുഹമ്മദ് അഷ്മിനു വേണ്ടി നടത്തിയ തിരച്ചിലിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:45 മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് നിന്നുമുള്ള 10 വിദ്യാർത്ഥികളാണ് സംഘത്തിലുണ്ടായിരുന്നത്. പഠന സംബന്ധമായ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ചെന്നൈ കാഞ്ചീപുരം ജില്ലയിലെ തമ്പാരത്തെ ഒരു കമ്പനിയിൽ എത്തിയത്. ഇതിൽ 7 പേരാണ് കുളിക്കാനായി വെള്ളത്തിലിറങ്ങിയത്. നീന്തുന്നതിനിടെ മുഹമ്മദ് അഷ്ലിമിനെ കാണാതാവുകയായിരുന്നു. കൂടെയുള്ളവർ ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കൂട്ടുകാർ നീന്തി തളർന്നതോടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഇതനുസരിച്ച് എത്തിയ പോലീസ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചൊവ്വാഴ്ച രാത്രി 7:30 സംഘം സ്ഥലത്തെത്തുകയും ചെയ്തു. എന്നാൽ തിരച്ചിൽ നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളൊന്നുമില്ലാതെ വന്ന സംഘം ബുധനാഴ്ച രാവിലെ തിരച്ചിൽ ആരംഭിക്കാമെന്നറിയിച്ച് മടങ്ങുകയായിരുന്നു. അഷ്ലിമിൻ്റെ ബന്ധുക്കളും വിവരമറിഞ്ഞ് ചെന്നൈയിലെത്തിയിരുന്നു. ബുധനാഴ്ച ഉച്ചവരെ ഒരു ബോട്ട് ഉപയോഗിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയിരുന്നത്. 300 അടിയോളം താഴ്ചയുള്ളതായി കരുതുന്ന വെള്ളക്കെട്ടിൽ ഒരു ബോട്ട് കൊണ്ട് തിരച്ചിൽ അപര്യാപ്തമാണെന്ന് അറിയിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് 2:45 ചെന്നൈയിൽ നിന്നും ചെന്നൈ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സ്കൂബ ടീം എത്തി. ഇവർ നടത്തിയ തിരച്ചിലിലാണ് കാണാതായ സ്ഥലത്തിന് സമീപത്തു നിന്നായി അഷ്ലിമിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. വിദ്യാർത്ഥിയുടെ അപകട മരണം ബന്ധുക്കളെയും നാട്ടുകാരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്.